ഹായ്, ഇന്നൊരു ആയുർവേദിക് സൺസ്ക്രീനിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ പലതരത്തിലുള്ള സൺസ്ക്രീനല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ആയുർവേദിക് സൺസ്ക്രീൻ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് ആയുർവേദിക് സൺസ്ക്രീൻ കണ്ടപ്പോൾ ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് കരുതി. അപ്പം ബയോട്ടിക്കിൻ്റെ അഡ്വാൻസ്ഡ് ആയുർവേദ സൺഷീൽഡ് ആണ്. അപ്പോൾ SPF 50+ UVB പ്രൊട്ടക്ഷൻ കിട്ടുന്നതൊക്കെയാണ്. UVA ഒക്കെ ഓൾ ടൈപ്പ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇത് 50 ഗ്രാം ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 260 റുപ്പീസാണ്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൻ്റെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിച്ചാൽ മതി കേട്ടോ. അപ്പം എന്തായാലും ഞാൻ വാങ്ങി. അപ്പം നിങ്ങൾ ഇതിൻ്റെ റിവ്യൂ അറിഞ്ഞിട്ട് മേടിക്കുക. അപ്പം ഇതാണ് സംഗതി. ഈ ഒരു ചെറിയ ബോട്ടിൽ 50 ഗ്രാം ആണ്. 100% ആയുർവേദിക് പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ബയോട്ടിക്കാണ് ബ്രാൻഡ്. അപ്പം ഇത് തുറക്കുക. അപ്പം ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു കുഞ്ഞി അടപ്പുണ്ട്. അതെ, ഇതുപോലൊക്കെ ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. അതല്ലാതെ വാങ്ങിച്ച ഉടനെ നിങ്ങൾക്ക് റിവ്യൂ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. ഇതിപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഞാനിപ്പം ഉപയോഗിക്കുകയാണ്. അപ്പം ഇത് ഓൾ ടൈപ്പ് സ്കിന്നിനെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഓയിലി സ്കിന്നുകാർ ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇത് ഓൾ ടൈപ്പ് സ്കിന്ന് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. എൻ്റെന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പം ഇത് എങ്ങനെ ഇരിക്കും എന്നുള്ളതൊന്ന് കണ്ടു നോക്കുക ഇടുമ്പോഴത്തേക്കും. ഇത് വളരെ തിന്നാണ്, വളരെ ഓയിലി ആയിട്ടുള്ളൊരു സംഗതിയാണ് കേട്ടോ. നല്ല നമ്മളിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ ആദ്യം ഇട്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മോയ്സ്ചർ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് ഇട്ടുകൊണ്ടിരുന്നത്. അതിട്ട് കഴിയുമ്പോഴത്തേക്കും എന്തായാലും പറയാം, ഓയിലി ആയിട്ട് ഒലിച്ച് വെള്ളം പോലെ ഇങ്ങനെ മുഖത്തിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മോയ്സ്ചറുമായിട്ട് ഇത് ഇടാൻ പറ്റത്തില്ല എന്ന് എഴുതിയിട്ട് ഇത് മാത്രമാണ് പിന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. മോയ്സ്ചർ ക്രീം ഒഴിവാക്കിയിട്ട് ഇത് സൺസ്ക്രീൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി പിന്നെ വെള്ളം പോലെ എപ്പോഴും ഓയിലി ആയിട്ട് ഇരിക്കുന്ന ഫീൽ വരും. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഇവിടെയൊക്കെ കുരുക്കൾ വരാൻ തുടങ്ങി. ഈ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ, അതായത് നമ്മളിപ്പം ഓയിലി സ്കിന്നുകാരാണെങ്കിൽ പെട്ടെന്ന് വരും കേട്ടോ. എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പം ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പ്രശ്നം ഉണ്ടാവണമെന്നില്ല ഡ്രൈ സ്കിന്നുകാർക്ക്. അപ്പോൾ ഓയിലി സ്കിന്നുകാരും സെൻസിറ്റീവ് സ്കിന്നുകാരും ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഫേസിൽ ഇട്ടെന്നും പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് നമ്മുടെ മുഖത്ത് ഇട്ടെന്നുള്ള ഒരു പെർഫെക്ഷൻ ഒന്നും കിട്ടില്ല. നമ്മളിപ്പം ഒരു ന്യൂട്രോജിനയുടെയോ അല്ലെങ്കിൽ ലാഷീൽഡിൻ്റെയോ ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ ഇടുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഫൗണ്ടേഷനൊക്കെ ഇട്ടൊരു എഫക്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഒരു ലെയർ പോലെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. അതായത് നമുക്ക് പിന്നെ പൗഡറോ അല്ലെങ്കിൽ പിന്നെ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ടി വരില്ല. മുഖത്തൊരു നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. ഇതിട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഓയിലിയിട്ട് നമുക്ക് തന്നെ വൈപ്പ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കേണ്ടി വരും. വെള്ളം പോലെ ഇപ്പോൾ ഇതിപ്പോൾ എന്താ അങ്ങ് വെള്ളം പോലെയായി. ഇത് ആ ക്രീമിൽ നിന്നുള്ളത് വെള്ളം പോലെ ആയിട്ട് നല്ല കുരുക്കൾ മുഖത്ത് വരും കേട്ടോ. നല്ല രീതിയിൽ ഇപ്പം തന്നെ അങ്ങ് നനഞ്ഞ് ആ സൗണ്ട് നനഞ്ഞൊരുമാതിരിയായിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഗ്രീസി ഫോം അല്ല, ഒരു ഓയിലി വെള്ളം പോലുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഒട്ടി പിടിച്ചിട്ട് ഒരുമാതിരിയാവും, നല്ല വെള്ളം പോലെ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ മോയ്സ്ചർ ഇട്ടിട്ട് നമുക്കിത് ഇടാൻ പറ്റത്തില്ല. കുറേ കൂടി ഓയിലി ആയിട്ട് ഒലിക്കാൻ തുടങ്ങും. അപ്പം ഇത് മാത്രം ഇടുന്നതാണ് നല്ലത്. പിന്നെ ഇപ്പം ഇത് എനിക്കിനി ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ഇവിടെയൊക്കെ തന്നെ കുരുക്കൾ വന്ന്, നെറ്റിയിൽ കുരുക്കൾ വന്ന്, പിന്നെ ഇത് ഇട്ടിട്ട് നമുക്കൊരു നല്ലൊരു മുഖത്തൊരു ഫ്രഷ്നെസ്സോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ലുക്കോ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇത് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഒക്കെ ഫൗണ്ടേഷനൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ അതിട്ട് നമുക്ക് പോയാൽ മതി. പിന്നെ വേറെ ഒന്നും അപ്ലൈ ചെയ്യേണ്ടി വരത്തില്ല ഫേസിൽ. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ എന്താ ചെയ്യുക? ഇത്രയും നമ്മളിപ്പം ഒരു 260 റുപ്പീസ് കൊടുത്ത് 50 മിനിറ്റ്സ്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഇനി ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല. നമുക്ക് ഇതുപോലെ കയ്യിലൊക്കെ ഒന്ന് കൊടുക്കാം. കയ്യിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നല്ല വെള്ളം പോലെ ഇരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കയ്യിലൊക്കെ നമുക്കിങ്ങ് ഡ്രൈ ആയിട്ടിരിക്കുന്ന നമ്മുടെ കയ്യിലൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് വിടാൻ പറ്റും. അപ്പോൾ കയ്യിലൊക്കെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇടാം. ഫേസിലിട്ട് ഇടാതിരിക്കുക. ഓയിലി സ്കിന്നുകാർ ഒട്ടും ഇത് മേടിക്കാതിരിക്കുക കേട്ടോ. അതാണ് ഏറ്റവും ബെറ്റർ. വെറുതെ നിങ്ങൾ മേടിച്ച് പൈസ കളയേണ്ട. ഓയിലി സ്കിന്നുകാർ മേടിക്കേണ്ട കേട്ടോ, വെറുതെയാണ്. നിങ്ങളുടെ ഫേസിലൊക്കെ കുരുക്കൾ വരും, ഓയിലി കൂടും. അപ്പം അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആയുർവേദിക് എന്ന് കണ്ടിട്ടാണ് ഞാനിത് മേടിച്ചത് തന്നെ. അത് പിന്നത്തിൻ്റെയൊക്കെ പടമാണ് കാണിച്ചിരിക്കുന്നത്. സാൻഡിൽ സൺസ്ക്രീൻ എന്നാണ് പറയുന്നത്, സൺഷീൽഡ്. അപ്പോൾ ഇതാണ് ഇതിനെപ്പറ്റി
പറയാനുള്ളത്. നമുക്ക് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ആദ്യത്തെ. ഡ്രൈ സ്കിന്നുകാർ ട്രൈ ചെയ്ത് നോക്ക്. എൻ്റെത് സെൻസിറ്റീവാണ്. അപ്പം തന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുമാതിരി നമുക്ക് സ്വെറ്റിങ് ആവുന്നുണ്ട്. സ്വെറ്റിങ് ആവുകയും ഫേസിൽ നിന്ന് ഓയിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങാൻ തുടങ്ങും. കയ്യിൽ മൊത്തം എണ്ണമയം പോലെ ഇങ്ങനെ വിഴുവിഴുപ്പ് വന്നുകൊണ്ടേയിരിക്കും. ഗ്രീസി ആയിട്ടുള്ള ഭയങ്കര ഒരു കൺസിസ്റ്റൻസി അല്ല ഇത്. വളരെ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. വളരെ പിന്നെ ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ഉടനെ അത് വെള്ളം പോലെ അങ്ങ് നമ്മളെ സ്കിന്നിൽ പറ്റി അങ്ങ് പോകും. വേണ്ട, സ്കിന്നിൽ പറ്റി അങ്ങ് പോകും. പക്ഷെ നമുക്കൊരു ലെയർ ഫീലിംഗ് നമുക്ക് കിട്ടത്തില്ല. മറ്റ് നമ്മൾ ലാഷ് ഷെയ്ഡോ അല്ലെങ്കിൽ ന്യൂട്രോജന് മറ്റേതെങ്കിലുമൊക്കെ സൺസ്ക്രീൻ ഇടുന്ന പോലുള്ളൊരു ഒരു ലെയർ നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതുമായി വെള്ളം ഒലിച്ചൊലിച്ചിരിക്കും. പിന്നെ നമ്മൾ വൈപ്പ് ചെയ്ത് ഫേസ് വൈപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. കാരണം ഇങ്ങനെ വെള്ളം പോലെ ഒലിച്ച് എല്ലാം കൂടി ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കത് വൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് ഈ സാധനം അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടത്തുമില്ല. പിന്നെ ഇതിൽ SPF എന്താണ് അല്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ എന്താണ്, 50+ എന്താണെന്നൊക്കെ അറിയണം. അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സൺസ്ക്രീനിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം കാണണമെന്നുള്ളവർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ടുള്ള ഓയിൽ ഓരോ മെൻഷൻ ചെയ്ത PA എന്താണ്, ++ എന്താണ്, SPF എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഞാനിപ്പോൾ ഇതൊരു ജസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ മാത്രമാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് മേടിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നിങ്ങൾ വെറുതെ പൈസ കളയണ്ട. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് ആയുർവേദത്തിൻ്റെ ഒക്കെ വേണം, മറ്റെന്തെങ്കിലും ഇട്ടിട്ട് അലർജിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിച്ചൊന്ന് ഉപയോഗിച്ച് നോക്ക്. പക്ഷേ നോർമലി ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വേണ്ട കയ്യിലൊക്കെ തണ്ട ഒരു എണ്ണ ഫീൽ ചെയ്യുന്നുണ്ട്, ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാനായിട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.